ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന AP ഉണ്ണികൃഷ്ണൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കുറച്ച് നാളായി തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. രോഗം കുറച്ച് അധികമായതിനാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. ഇതുകൊണ്ടും നമുക്കിടെ ദുഃഖം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ ആ കുടുംബത്തിലെ ദുഃഖം പങ്കുചേരുന്നു. AP ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പിതാവുമായുള്ള ഒരു ബന്ധം വളരെ ദൃഢമായിരുന്നു. അദ്ദേഹം ചെറുപ്രായത്തിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം പാണക്കാട് വരികയും അദ്ദേഹം പിതാവിൻ്റെ നെഞ്ചിലേക്ക് അദ്ദേഹം ആലിംഗനം ചെയ്തപ്പോൾ വീഴുകയായിരുന്നു പിതാവിനെ കണ്ടപ്പോൾ. അപ്പോൾ പിതാവ് പറഞ്ഞു, എല്ലാം നല്ല മിടുക്കനായിട്ട് വരും എന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ആ ഒരു വാക്ക് എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഓണം ദിനത്തിൽ ആ മാസം ആകുമ്പോൾ പതിവായി അദ്ദേഹം നേന്ത്രപ്പഴവും അതുപോലെ പപ്പടവുമായി തറവാട്ടിൽ വരാറുണ്ടായി. അത് നിർബന്ധമാണ്. ആ ഓണാഘോഷങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സമ്മാനമായി ആ ഒരു നേന്ത്രപ്പഴങ്ങളും മൃഗങ്ങളും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ഒന്നിച്ച് തറവാട്ടിൽ കൊണ്ടുവരാമായി. പിതാവ് മരിച്ചപ്പോൾ അത് സയ്യിദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ കൊടപ്പനക്കൽ തറവാട്ടിലുമൊക്കെ ആയി അദ്ദേഹം ആ ദിനത്തിൽ അവിടെ വരാറുണ്ടായിരുന്നു. അത് സമ്മാനിക്കാൻ ഓണാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ അദ്ദേഹം ജില്ലാ പഞ്ചായത്തായിരിക്കുമ്പോൾ വേങ്ങരയിൽ നിന്ന് പാണക്കാട് വഴി മലപ്പുറത്തേക്ക് പോകുമ്പോൾ പാണക്കാട് സന്ദർശിക്കേണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം പതിവില്ലാതെ തന്നെ അദ്ദേഹം പാണക്കാട്ടെത്തി എല്ലാവരെയും കണ്ട് അനുഭവി വാങ്ങി പോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരുപാട് വാക്കുകൾ നമ്മെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള, അതുപോലെ പിതാവുമായുള്ള ബന്ധം, മുസ്ലിം ലീഗുമായി ബന്ധമുള്ള ആ ഒരു ഉറച്ച വിശ്വാസിയായിരുന്നു, ഉറച്ച പാർട്ടിക്കാരായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൽ പല വികസന പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ലയെ വളരെയധികം പുരോഗതിയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ UC രാമനാണ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി. 1996 മുതലാണ് ശ്രീ AP ഉണ്ണികൃഷ്ണനുമായി എനിക്ക് അടുത്ത വ്യക്തിബന്ധവും പരിചയമൊക്കെ ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം കുന്നമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വന്ന അന്ന് മുതലാണ് അദ്ദേഹവുമായി അടുത്ത് ഇടപെടുന്നത്. 2004 മാർച്ച് 13 ഇന്ത്യ യൂണിയൻ ദളിത് ലീഗ് എന്ന പേരിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അകത്തുള്ള ആയിരക്കണക്കിന് ദളിത് സഹോദരന്മാരെ ചേർത്ത് ദളിത് ലീഗ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ ഞാൻ അതിൻ്റെ പ്രസിഡൻറ്റും ഇദ്ദേഹം അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് നീണ്ട 20 വർഷക്കാലം വളരെ സൗഹാർദ്ദത്തോടു കൂടി, വളരെ ഒരു സഹോദര ബന്ധത്തോടു കൂടി തന്നെ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അതിൽ എടുത്തു പറയാവുന്നത് AP ഒരു തികഞ്ഞ മുസ്ലിം ലീഗുകാരനായിരുന്നു, ഒരു കറകളഞ്ഞ മുസ്ലിം ലീഗുകാരനായിരുന്നു. ഊണിലും ഉറക്കിലും ഒക്കെ തന്നെ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു ചിന്തയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ അവാന്തര വിഭാഗമായ ദളിത് ലീഗിൻ്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ ആവശ്യത്തിലായിരുന്നു. ഇത്രയേറെ വലിയ ഒരു സംഘടനയായി ആ സംഘടന ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ വിശ്രമരഹിതമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു തർക്കമറ്റ വസ്തുതയാണ്. വ്യക്തിപരമായി ഒരു സഹോദരൻ നഷ്ടപ്പെട്ട വേദനയാണ് എന്നിലുള്ളത്. അതിൻ്റെ ദുഃഖവും അനുശോചനവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്.
ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗിൻ്റെ ദീർഘകാലത്തെ വലിയ ജനപിന്തുണയോടുകൂടി പ്രവർത്തിച്ച നേതാവായിരുന്നു. അണികളുടെ ഇടയിൽ ഇത്ര പ്രസംഗ വൈഭവവും അതുപോലെ തന്നെ അനുയായികളുടെ ഇടയിൽ ഇത്ര നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നേതാവിനെ വളരെ അപൂർവമായി നമ്മൾ കാണുള്ളൂ. വളരെ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ആളുകളുടെ പ്രിയപ്പെട്ട ആളായി പ്രസംഗവേദികളിലൊക്കെ തിളങ്ങി സജീവമായി നിന്ന സമയത്ത് പെട്ടെന്നാണ് ഈ തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അസുഖം വരികയും പെട്ടെന്ന് മൂർച്ഛിക്കുകയും എല്ലാം പെട്ടെന്ന് തീരുകയുമാണ് ഉണ്ടായത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ച ഒരു നഷ്ടമാണ്. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പാർട്ടിയുടെ പിന്നോക്ക ദളിത് മുഖമായിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പല പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എല്ലാ പദവികളോടും നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയങ്കരനായ ഒരു നേതാവിനെയാണ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വല്ലാത്ത ഒരു ദുഃഖമാണ്. കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ദുഃഖത്തിൽ ഞങ്ങളൊക്കെ പങ്കുചേരുകയാണ്. പ്രിയങ്കരനായ സഹപ്രവർത്തകൻ AP ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം മതേതര കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോടൊപ്പം നിന്ന് സജീവമായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു AP ഉണ്ണികൃഷ്ണൻ. ആദ്യകാലം മുതലേ അവശ ജനവിഭാഗങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചേർന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊപ്പം മലപ്പുറത്ത് പ്രവർത്തിച്ച ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ. പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് സാമൂഹ്യ സേവന രംഗത്തും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സമുദ്ധാരണത്തിനും അക്ഷീണം യത്നിച്ച നേതാവായിരുന്നു AP ഉണ്ണികൃഷ്ണൻ. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സുദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലും ജില്ലാ കൗൺസിലിലും അംഗമായിരിക്കുകയും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജനപ്രതിനിധി എന്ന നിലയ്ക്കും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ AP ഉണ്ണികൃഷ്ണൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്നും താങ്ങും തണലും കരുത്തുമൊക്കെ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ. ഒരുമിച്ച് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ധാരാളം പൊതുയോഗങ്ങളിലും കൺവെൻഷനുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സംഘടനാ കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും സാധിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴികാണിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നു. സന്തപ്ത കുടുംബത്തിൻ്റെ വേദനയിൽ പാർട്ടിയും പങ്കുചേരും. ജില്ലാ പഞ്ചായത്ത് മുതൽക്ക് എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചിരുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് പുറമെ ജനപ്രതിനിധിയാകാൻ അദ്ദേഹത്തിന് നൽകിയ എല്ലാ സന്ദർഭങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ സന്ദർഭം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് നിയമസഭയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല.
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബവുമായുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ബന്ധം അതാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പ്രസക്തനാക്കുന്നത് എന്നുകൂടി അറിയിക്കും. ഇന്ന് നമ്മോട് വിട പറഞ്ഞ KP ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വിയോഗം മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ നാടിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹവുമായി വളരെ ചെറുപ്പം മുതൽ തന്നെ ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ആ ബന്ധം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചിട്ടുള്ളത് മൂപ്പരെ തൊട്ട വീട്ടിലേക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടും മറ്റും അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്. ഈ അസുഖം വന്നതിന് ശേഷം ഒരുപാട് ഞങ്ങൾ ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാടിനുമുണ്ടായ പാർട്ടിക്കുമുണ്ടായ ദുഃഖത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പങ്കുചേരുന്നു. അദ്ദേഹമായിട്ട് ദീർഘകാലത്തെ ബന്ധമാണുള്ളത്. ഉണ്ണികൃഷ്ണനായിട്ട് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്കാദ്യം മത്സരിച്ച ഘട്ടത്തിലോ അതിനു മുമ്പ് മേഖലയിലെ ഒരു പൊതുപ്രവർത്തന രൂപത്തിലേക്കുള്ള ദൈനംദിന ബന്ധങ്ങളുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാവാണെങ്കിൽ പോലും പൊതുവേദികൾ വരുമ്പോൾ ലീഗിൻ്റെ രാഷ്ട്രീയം UDF രാഷ്ട്രീയം പറയുമെങ്കിലും വ്യക്തിപരമായി നല്ല ബന്ധങ്ങൾ നിലനിർത്തുകയും അതുപോലെ പൊതുവിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാനും എൻ്റെ പ്രസ്ഥാനം അഗാധമായ ദുഃഖവും അനുശോചനം തേടുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ വളരെ അടുപ്പമുള്ളവരാണ്. ഒരേ സംഘടനയിൽ പ്രവർത്തിച്ചവരാണ്. പിന്നീടാണ് അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നത്. മുസ്ലിം ലീഗിൽ ചേർന്നതിന് ശേഷം അദ്ദേഹം ഓരോ പടവുകളും കയറി പോവുകയായിരുന്നു. പാണക്കാട് കുടുംബവുമായുള്ള വലിയൊരു ബന്ധമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണന്. ഉണ്ണികൃഷ്ണൻ്റെ അമ്മക്കും പാണക്കാട് കുടുംബവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് ഞങ്ങളുടെ നാടിന് കിട്ടിയത് വലിയൊരു അഭിമാനമായിരുന്നു. ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും ഒരു അഭിമാന സന്താനമായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മഹത് വ്യക്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. നാട്ടിലെ വിദ്യാലയങ്ങൾക്കും ബാലവാടികൾക്കും ഒക്കെ നേരിട്ട് പോയി തന്നെ അദ്ദേഹം കണ്ടെത്തി ഫണ്ടുകൾ കൊടുക്കുമായിരുന്നു. ഏറ്റവും മിടുക്കനായ ഒരു പൊതുപ്രവർത്തകൻ. അതിലൊക്കെ ഏറ്റവും ഉപരിയായി ഞാൻ കാണുന്നത് ഏറ്റവും വലിയ മതേതര വിശ്വാസിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴൊക്കെ ഉണ്ണികൃഷ്ണൻ്റെ വ്യക്തിത്വവും സാമീപ്യവും സാന്നിധ്യവും വളരെ സമൂഹത്തിന് ഉപകാരമായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനെ പോലെയുള്ള പൊതുപ്രവർത്തനം ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാനുള്ളതാണ്. തീർച്ചയായും അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, നിൽക്കുന്ന പ്രസ്ഥാനത്തോട് 100% കൂറു പുലർത്തുക, ആ നേതൃത്വത്തിനോട് വിധേയമായി മുന്നോട്ട് പ്രവർത്തിക്കുക എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. വരും കാലങ്ങളിൽ ഉണ്ണികൃഷ്ണനെക്കുറിച്ചുള്ള സ്മരണ ഞങ്ങൾ പ്രത്യേകിച്ച് കുറ്റൂർണർത്തുക, ഞങ്ങളെന്നും അഭിമാനമായി അത് മനസ്സിൽ സൂക്ഷിക്കും. ഉണ്ണികൃഷ്ണൻ ദളിത് വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു.
വളരെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. തീർച്ചയായും ഈ കാലഘട്ടം, വരും കാലഘട്ടം ഉണ്ണികൃഷ്ണനെ ഒരു മാതൃകാ പുരുഷനായി കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന AP ഉണ്ണികൃഷ്ണൻ നമ്മയൊക്കെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി എല്ലാ തലത്തിലുള്ളതായിരുന്നു. നമുക്കറിയാം, എത്രയോ വർഷങ്ങൾ ഈ പാർട്ടിക്ക് ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ പാർട്ടിക്ക് വേണ്ടി അതിന് കൂടെ നിൽക്കാനും അതുപോലെ തന്നെ അന്ന് പ്രസംഗത്തിലൊക്കെ പാർട്ടിക്ക് വേണ്ടി സജീവ സാന്നിധ്യമായിരുന്നു. പ്രത്യേകിച്ചും വേങ്ങര നിയോജക മണ്ഡലക്കാരനാണ്. നമ്മളുമായി നല്ല അഭേദ്യമായ ഒരു വ്യക്തിബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മളുമായി ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ പാർട്ടി കാര്യമായാലും വ്യക്തിപരമായ കാര്യങ്ങളുമായാലും അദ്ദേഹവുമായി വലിയൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും ഈ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏത് പ്രവർത്തന രംഗത്തും സജീവമാകാനും എന്നും പാർട്ടി കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും മാത്രമേ അദ്ദേഹത്തിന് സമയമുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖം തന്നെയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നതിന് പെട്ടെന്നുള്ളൊരു ഇടപറച്ചിലാണ്. കുറഞ്ഞ കാല രോഗത്തിലിരുന്ന് അദ്ദേഹം നമുക്ക് ഈ കാര്യം വിട്ടുപിരിഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും നമുക്ക് പാർട്ടിക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ അധികമാണിത്. പ്രത്യേകിച്ചും ഈ ഒരു മണ്ഡലത്തിൽ എന്നുള്ളതല്ല, ജില്ലയിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സജീവമായി ഉണ്ടായിരുന്നു. ഏതായാലും നമുക്കൊക്കെ ജനനമുണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും മരണമുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്നുള്ള ഒരു ഇടപറച്ചിലുണ്ടാവുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്നുള്ള വിയോഗം ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസമുണ്ട്. എന്നാലും പാർട്ടി അതിൽ നമ്മുടെ പ്രത്യേകിച്ച് നിയോജക മണ്ഡലം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട AP ഉണ്ണിയേട്ടൻ്റെ ഈ വേർപാട് വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു നഷ്ടമായിപ്പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെയും ഇവിടുത്തെ നാട്ടുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊതുപ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ നാടിൻ്റെ നിഖില മേഖലകളിലും ഇടപെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നതാണ് AP ഉണ്ണികൃഷ്ണനെ ചേരുന്ന ഏറ്റവും വലിയ പേര്. നമുക്കറിയാം, ഈ പ്രദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുപോലെ മറ്റു വികസന പ്രവർത്തനങ്ങളിൽ അതുപോലെ MLA-മാരുടെ ശ്രദ്ധയിലുണ്ടാവേണ്ട കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലും ഉണ്ണിയേട്ടൻ്റെ കരസ്പർശമുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അദ്ദേഹം 5 കൊല്ലം മലപ്പുറം ജില്ലയുടെ പ്രസിഡൻ്റായിരുന്നു. അക്കാലത്ത് വലിയ ഒട്ടേറെ വികസന പദ്ധതികൾ ആ കാലത്ത് നടക്കുകയുണ്ടായി. ഇവിടെ അദ്ദേഹം പഠിച്ച സ്കൂളിലടക്കം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ വേർപാട് എന്ന് പറയുന്നത്, AP ഉണ്ണികൃഷ്ണൻ്റെ വേർപാട് എന്ന് പറയുന്നത് സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ട ഒരു വേർപാടായിട്ടാണ്, ഒരു വേദനയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ നഷ്ടം എല്ലാവർക്കുമുള്ള നഷ്ടമാണ്, ഈ നാടിൻ്റെ നഷ്ടമാണ്. അതിലുള്ള അനുശോചനം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ സംതൃപ്ത കുടുംബങ്ങൾക്കുള്ള വേദനയിൽ പങ്കുചേർന്നു. വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വിവരം അറിഞ്ഞിട്ടുള്ളത്. ഒരു 1.5 മാസം മാത്രമാണ് നമ്മൾ ഈ അസുഖം വന്നതിന് ശേഷം അറിഞ്ഞിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റ് നടത്തുകയും വളരെ വേഗത്തിൽ ദൈവനിശ്ചയം പ്രകാരം അദ്ദേഹം ദൈവത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിനും മലപ്പുറത്തെ മതേതരത്വത്തിനുമൊക്കെ വലിയ നഷ്ടമാണ് AP ഉണ്ണികൃഷ്ണൻ്റെ മരണം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറായും മലപ്പുറത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ എന്നും കുടികൊള്ളുന്ന സ്നേഹവാത്സല്യനായ ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ മെമ്പർ ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം മലപ്പുറത്തെ ഏറ്റവും വലിയ വേദനാജനകമായ സംഭവമാണ്. ഒരിക്കലും ഓർക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്.
AP ഉണ്ണികൃഷ്ണൻ നമുക്കറിയാവുന്നതുപോലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോടൊപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ സഞ്ചരിച്ച മുസ്ലിം ദളിത് വിഭാഗങ്ങളുടെ മതേതര ഐക്യത്തോടു കൂടിയുള്ള മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടേണ്ട ഒരു രാഷ്ട്രീയമെന്ന് ശക്തമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നേതാവാണ്. മുസ്ലിം ലീഗിനെ അളവറ്റ് സ്നേഹിക്കുകയും വളരെ ആത്മാർത്ഥമായി ലീഗിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ചെറുപ്പം മുതലേ വലിയ കഠിനാധ്വാനം ചെയ്ത ഒരാൾ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം അതും തീർത്തും അപ്രതീക്ഷിതമായിട്ട്, അങ്ങനെ വലിയ പ്രായമായിട്ടുള്ള ഒരു മരണമൊന്നുമല്ലല്ലോ, ആ നിലക്ക് ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം എല്ലാവർക്കും ഒരു വലിയ നെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിലാണ് വലിയൊരു രോഗത്തിന് അദ്ദേഹം അടിമപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെ നമ്മളൊക്കെ അറിയുന്നത്. അതുതന്നെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ദിവസങ്ങൾക്കകം ആ രോഗം മൂർച്ഛിക്കുകയും അങ്ങനെ ഉണ്ണികൃഷ്ണൻ നമ്മളോട് വിട പറയുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എന്നും ലീഗിനെ അളവറ്റ് സ്നേഹിച്ചുകൊണ്ട് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തി. ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതലായി, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കൂടുതലായി ലീഗിൻ്റെ പിന്നിൽ അണിനിരത്താൻ, അങ്ങനെ അവരുടെയും പുരോഗതിക്ക് ലീഗ് രാഷ്ട്രീയമാണ് ഒരു പരിഹാരമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വം കൂടിയാണ് ഉണ്ണികൃഷ്ണൻ. ദളിത് ലീഗ് എന്ന് പറയുന്ന ലീഗിൻ്റെ ഏറ്റവും ശക്തമായ പോഷക സംഘടന, അതിനെ ദീർഘനാൾ നേതൃത്വം നൽകിയത് ഉണ്ണികൃഷ്ണനാണ്. ഇന്നതൊരു ശക്തമായ സംഘടന തന്നെയാണ്. അവർക്ക് അവരുടെ പ്രത്യേകമായ പരിപാടികളും പദ്ധതികളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കറിയാം, മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത ഒരു അധ്യക്ഷനാണ് ഉണ്ണികൃഷ്ണൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നും ഈ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ്. ഉണ്ണികൃഷ്ണൻ്റെ കാലഘട്ടത്തിലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ ജില്ലാ പഞ്ചായത്തിനുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിന് ഉണ്ണികൃഷ്ണൻ, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കും ഉണ്ണികൃഷ്ണനെ വിസ്മരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തുടനീളം ദളിത് ന്യൂനപക്ഷ ഐക്യത്തിന് വേണ്ടി ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഓടി നടന്ന് ലീഗ് പൊതുയോഗങ്ങളിലൊക്കെ മണിക്കൂറുകളോളം അദ്ദേഹം തൻ്റെ വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട് സംസാരിക്കുമായിരുന്നു. എല്ലാ അർത്ഥത്തിലും മുസ്ലിം ലീഗിന് ഒരു വലിയ നഷ്ടമാണ് ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം. ദളിത് ലീഗിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും ഏറ്റവും പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും, അതിലുപരി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷനുമായിരുന്ന ബഹുമാനപ്പെട്ട AP ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം സംസ്ഥാന ദളിത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. AP ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. ദളിത് വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി അടുപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട AP. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ നാടിന് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും, മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗിന് അപ്പുറമുള്ള, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനോട് അല്പം പ്രത്യേകത ഉള്ള പോലെ തന്നെ വിമർശനമായ ചിന്താഗതിയുള്ള ആളുകൾക്കും AP ഉണ്ണിയേട്ടൻ വലിയ പ്രിയപ്പെട്ടവനായിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ 5 വർഷക്കാലത്തെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് എല്ലാ മേഖലയിലും വലിയ പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ദളിത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കഴിഞ്ഞ് 21 വർഷക്കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചപ്പോഴും ദളിത് ലീഗ് പ്രസ്ഥാനത്തെ കേരളത്തിൽ എല്ലായിടത്തും സജീവമാക്കുകയും അതിലേറെ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ ദളിത് ലീഗിൻ്റെയും ദളിത് ന്യൂനപക്ഷ ഐക്യത്തെയും കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിത്വമാണ് AP എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ ദളിത് ലീഗിന് മാത്രമല്ല, മുസ്ലിം ലീഗിന് മാത്രമല്ല, സമൂഹത്തിന് എല്ലാവർക്കും തീരാനഷ്ടമാണ്. ആ നഷ്ടം നികത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസകരമാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ വേർപാട് മൂലം ദുഃഖിതരായ കുടുംബാംഗങ്ങൾ,
പിന്നെ പ്രസ്ഥാന സഹപ്രവർത്തകർ എല്ലാവർക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് നിത്യശാന്തി നൽകിക്കൊള്ളുന്നു. ഉണ്ണിയേട്ടൻ്റെ നിര്യാണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ടീമിൽ നിന്നൊരാൾ അവിചാരിതമായിട്ട് പോവാണ്. യാത്ര പറയാതെ പോയി. തികച്ചും അവിചാരിതമായ ഒരു വിയോഗമാണ്. താങ്ങാനാവാത്ത നഷ്ടമാണ് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ടീമിനുള്ളത്. ദളിത് ലീഗിൻ്റെ 2 പതിറ്റാണ്ട് കാലം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും നിലവിൽ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. പലപ്പോഴും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് യോഗത്തിലേക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്. തൃക്കലങ്ങോട് ഡിവിഷനിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എരണിപ്പടി സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ കൂടെ വരികയും ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് സംസാരിക്കുകയും യോഗം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ട് വിടുകയും ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ ഒരു രീതി. മാത്രമല്ല ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട യാത്രകളിലും എല്ലാ യോഗങ്ങളിലും ഒന്നിച്ച് പങ്കെടുക്കാനും ഒന്നിച്ച് യാത്ര ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് അവസരമുണ്ടായി. ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിച്ച ഒരാൾ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരുപാട് ദലിത് സമൂഹത്തിൽ വലിയ അംഗീകാരമുണ്ടാക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടു കൂടി പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായി ദുഃഖിക്കുകയും സങ്കടം രേഖപ്പെടുത്തുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ സന്തത സഹചാരിയും സഹപ്രവർത്തകനുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ അദ്ദേഹത്തെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് മുസ്ലിം ലീഗിന് സംഭാവന ചെയ്യുകയും ചെയ്ത ശ്രീ ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ ഒരുപാട് ഉയരങ്ങളിലൂടെ ഒരുപാട് പദവികൾ അലങ്കരിക്കപ്പെടുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു പ്രവർത്തകൻ. ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട ദളിത് കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. പിന്നീട് മുസ്ലിം ലീഗിലൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ ഒട്ടനവധി പദവികൾ അദ്ദേഹം അലങ്കരിക്കുകയുണ്ടായി. കുന്നമംഗലം റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് മത്സരിക്കുകയും നിർഭാഗ്യമെന്ന് പറയട്ടെ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും തത്തുല്യമായ പദവികൾ ഒരുപാട് അലങ്കരിക്കുകയും ദളിത് താൻ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ സർക്കാരിലൂടെയും മറ്റ് ഏജൻസികളുടെയും ഒക്കെ നേടിക്കൊടുക്കുകയും പല പദ്ധതികളും ഈ സമൂഹത്തിന് വേണ്ടി പല അഭിവൃദ്ധി പ്രവർത്തനങ്ങളും അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ആ സമൂഹത്തിന് വേണ്ടി പലതും പ്രാവർത്തികമാക്കുവാൻ സാധിക്കാതെയാണ് അദ്ദേഹം നമ്മോട് ഇവിടെ വന്നത്. ദളിത് സമൂഹം ആഗ്രഹിച്ചത് പലതും അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ സാധിക്കുവാൻ ബാക്കി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ ഈ നിര്യാണം
ദളിത് സമൂഹത്തിനും വിശിഷ്യ മുസ്ലിം ലീഗിനും ഒരു വലിയ നഷ്ടം തന്നെയാണ്. AP ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോട് കൂറ് പുലർത്തി അദ്ദേഹത്തിന് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ തോളോട് ചേർത്ത് പിടിക്കാനും അതുപോലെ തന്നെ ഒരു തികച്ചും ഒരു മതേതരത്വവാദിയായിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനുള്ള ഒരു ഉത്സാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ ഒരു മാതൃകാ പുരുഷൻ എന്നുള്ളത് രൂപത്തിൽ തന്നെ ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അനുസ്മരിക്കാനുള്ളത്.